നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൈബർ ലോകത്ത് ഏറെ നൊമ്പരമായി മാറുകയാണ് രഞ്ജിഷ് എന്ന ബസ് കണ്ടക്ടറുടെ ആത്മഹത്യ. ഇടുക്കി കുമളിയിലെ സ്വകാര്യ ബസ് കണ്ടക്ടർ രഞ്ജിഷിന്റെ അപ്രതീക്ഷിത മരണവാർത്ത ഉൾക്കൊള്ളാനാകാതെ കണ്ണീരിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. രഞ്ജിഷിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഒരാഴ്ച മുൻപ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച രഞ്ജിഷ് ചികിത്സയിലിരിക്കെ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. കോഴിമലയിൽ മകനും പ്രായമായ മാതാപിതാക്കൾക്കുമൊപ്പമായിരുന്നു രഞ്ജിഷിന്റെ താമസം. കുടുംബജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് രഞ്ജിഷിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് വിവരം. 6 വർഷം മുൻപ് ജോലിക്കായി ഭാര്യ വിദേശത്തേക്ക് പോയതോടെയാണ് രഞ്ജിഷിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഷാർജയിലെത്തിയ ഭാര്യ അവിടെ മറ്റൊരാളുമായി ബന്ധത്തിലായെന്നാണ് വിവരം. തുടർന്ന് രഞ്ജിഷുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചുവെന്ന് കുടുംബം പറയുന്നു. ഇതിനിടയിൽ 1 മാസം മുൻപ് നാട്ടിലെത്തിയ ഭാര്യ മകനെ ഒപ്പം കൊണ്ടുപോകാനായി കോടതിയെ സമീപിക്കുകയായിരുന്നു. നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി അനുമതി ലഭിച്ചതോടെ ഇത്രയും കാലം താൻ പോറ്റി വളർത്തിയ മകനെ മുൻ ഭാര്യയ്ക്കൊപ്പം വിടാൻ രഞ്ജിഷ് നിർബന്ധിതനായി. ജീവന തുല്യം സ്നേഹിച്ച മകനെ തന്നിൽ നിന്ന് അകറ്റിയതിന്റെ ആഴമേറിയ വേദന താങ്ങാനാകാതെയാണ് രഞ്ജിഷ് ജീവനൊടുക്കിയതെന്ന് പഞ്ചായത്ത് അംഗം റോബിൻ കാരക്കാടൻ ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി. രഞ്ജിഷ് മരണപ്പെട്ട ശേഷം അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോലും മകനെ അയക്കാൻ ഭാര്യ തയ്യാറായില്ലെന്നും പിന്നീട് കോടതിയെ സമീപിച്ച ശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കായി കുട്ടിയെ എത്തിക്കാൻ സാധിച്ചതെന്നും റോബിൻ കാരക്കാടൻ പറയുന്നു. മകനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന രഞ്ജിഷിന് തന്നിൽ നിന്ന് മകനെ അകറ്റിയത് ഒട്ടും താങ്ങാൻ കഴിയുമായിരുന്നില്ലെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു രഞ്ജിഷ്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും രഞ്ജിഷിനെ കുറിച്ച് പറയാനുള്ളതും നല്ല വാക്കുകൾ മാത്രമാണ്. ആരോടും പിണക്കമില്ലാതെ എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം ഇടപെടുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടെയുള്ള രഞ്ജിഷിന്റെ ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾ പങ്കുവച്ചത് പഴയകാല ഓർമ്മകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നൊമ്പരമായി നിറയുകയാണ്. യാത്രക്കാരോടും നാട്ടുകാരോടും വളരെ സ്നേഹത്തോടും പുഞ്ചിരിയോടും മാത്രം പെരുമാറിയിരുന്ന രഞ്ജിഷിന്റെ വിയോഗം തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹത്തെ അറിയുന്ന പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു.